വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കി. ആ വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിയിട്ട് ആ വിദ്യാഭ്യാസ ബോർഡ് മദ്രസകൾക്ക് അംഗീകാരം കൊടുക്കാൻ തുടങ്ങി. നിങ്ങൾ കൊടുത്ത 2 മദ്രസയുടെ അംഗീകാര ഫോമായത് കോടതിന്റെ സീൽ ഇതിന്റെ പുറത്തുണ്ടാവും. 2 മദ്രസയുടെ അംഗീകാര ഫോം നോക്കൂ. ഒന്ന് നോക്ക്. 1990 മെയ് 12 അംഗീകരിച്ച മദ്രസ നുസ്രത്തുൽ ഇസ്ലാം മദ്രസ, സ്ഥലം പോത്താങ്കണ്ടം, താലൂക്ക് ഹോസ്ദുർഗ്, ജില്ല കാസർഗോഡ്. ഇത് ഇർഷാദ് സിബിയാൻ മദ്രസ, സ്ഥലം മാരായമംഗലം, താലൂക്ക് ഒറ്റപ്പാലം, ജില്ല പാലക്കാട്. ഈ മദ്രസ അംഗീകരിക്കുന്നത് 1990 ജൂൺ 9. ഇത് അംഗീകരിച്ച് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഈ മദ്രസ അംഗീകരിക്കുന്നത്. ഒരു മാസം ഏകദേശം. ഈ മദ്രസയുടെ അംഗീകാരം നമ്പർ നോക്ക്. 1397. ഈ മദ്രസ അംഗീകരിച്ച ഒരു മാസം കഴിഞ്ഞിട്ട് അംഗീകരിച്ച മദ്രസയുടെ നമ്പറോ 1086. നേരെ കുത്തനെ കീഴ്പ്പെട്ടാ പോണം. അതെങ്ങനെ? ലോഡ്ജിന് നമ്പർ ഇട്ടതുപോലെ നമ്പർ ഇട്ടു, വേറൊന്നുമില്ല. ഇത് കള്ളത്തരമാണ്. കോടതിക്ക് ബോധ്യപ്പെടാൻ വേറെ എവിടെയെങ്കിലും പോകണം. അതുകൊണ്ടാ പറഞ്ഞത് റാദർ സ്ട്രേഞ്ച്. ഈ ജാതി നുണ പറയണോ? എന്റെ അർത്ഥത നിങ്ങളെ കയ്യിൽ മുടി ഉണ്ട് എന്ന് പറയുമ്പോൾ അത് മുടി യഥാർത്ഥ മുടി അല്ലാന്ന് ഞങ്ങൾ പറയാൻ കാരണം എന്താ? ഒന്നൊരു കെട്ട് മുടിയായതുകൊണ്ടോ ഇത്ര നീളമുള്ളതുകൊണ്ടോ പിന്നെ നിങ്ങൾ കള്ളന്മാരായതുകൊണ്ടോ? മൂന്നാമത്തതാണ് ഏറ്റവും വലിയ തെളിവ്. മാത്രമല്ല, നിങ്ങൾ മുടി വെച്ചിരിക്കുന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിന് പണം പിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇറക്കിയ ഒരു സ്ഥാപനത്തിന്റെ അവസരം നോക്കുക. ഈ ബ്രോഷറിൽ ഒരു വലിയ ഫോട്ടോ കാണുന്നുണ്ടോ? ഈ ഫോട്ടോ എല്ലാവർക്കും കാണാമല്ലോ, ശരിക്കും ശ്രദ്ധിക്കുക. ഈ ഫോട്ടോയിൽ കാണുന്നത് ഇതാ. അടിക്കുറിപ്പ് ഇവിടെയാണെങ്കിൽ പിന്നെ രക്ഷപ്പെടാം. പടച്ചോ, അടിക്കുറിപ്പ് ഇവിടെ തന്നെ കൊണ്ടുപോയി കൊടുപ്പിച്ചു. ഏതുപോലെ? വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകം കട്ട് പ്രിന്റ് ചെയ്യാൻ ശിവകാശി കൊണ്ടുപോയപ്പോ മർക്കസിന്റെ ചെക്കാ കൊടുത്തത്. പൈസ കൊടുത്തെങ്കിൽ ഒഴിയാമായിരുന്നു. മർക്കസിന്റെ ചെക്ക് കൊടുത്തപ്പോ പിടികൂടി. പടച്ചോൻ ചെയ്യിക്കും. ഒരു ലോപ്പ് ഹോൾ അവിടെ വെക്കുമല്ലോ. നോക്കൂ, ഈ ഫോട്ടോ നമ്മൾ എന്താ എഴുതിയത്? റബ്ബനാ തഖബ്ബൽ മിന്നാ വസ്ദി ബിദഅവതനാ ഫദീലത്തുൽ ഉസ്താദ് അഷൈഖ് കണ്ണിയത്ത് അഹ്മദ് മുസ്ലിം റഈസ് ജമിയത്തുൽ ഉലമാ യദഉ ഫിൽ മുഅ്തമർ അല്ലദി അഖദ ബിമുനാസബത്തി ഇഫ്തിതാഹിൽ മർകസ്. മർക്കസിന്റെ ഉദ്ഘാടനത്തിൽ കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്യുന്നു. മർക്കസിന്റെ ഉദ്ഘാടനം ബിമുനാസബത്തി ഇഫ്തിതാഹിൽ മർകസ്. മർക്കസിന്റെ ഉദ്ഘാടനത്തിൽ കണ്ണിയത്ത് ദുആ ചെയ്യുന്നു. കണ്ടോ? കണ്ടില്ലേ? നല്ല പൈസ കിട്ടും. കാരണം നല്ല ജനങ്ങളുടെ ഫോട്ടോ. ഇത് വലിയൊരു സ്ഥാപനമാണെന്ന് മനസ്സിലാക്കും, പൈസ കൊടുക്കും. നല്ല ശരിയാ. പക്ഷെ എന്താ പ്രശ്നം? ഒന്ന് അടുത്ത് വന്ന് നോക്കിയാൽ കാണാം. ഈ ഫോട്ടോന്റെ പശ്ചാത്തലത്തിൽ എന്തായി കാണുന്നത്? അറബിക്കടലാണ്. കാരന്തൂരിൽ അറബിക്കടലുണ്ടോ? അന്ന് ഞങ്ങൾ ചോദിച്ചു, കാരന്തൂര് കടപ്പുറത്തേക്ക് വന്നതോ കടൽ കാരന്തൂർക്ക് പോയതോ? സംഭവം എന്താ? ഇത് സമത്തയുടെ 60-ാം വാർഷികത്തിലെ ഫോട്ടോ ആണ്. അതെടുത്തിട്ട് ഇതിന്റെ ഉദ്ഘാടനം തന്നെ കള്ളത്തരം നടത്തി. കളവ്, പണം പിരിക്കാൻ കളവ്. നിങ്ങൾ പണം പിരിക്കാൻ വേണ്ടി എന്ത് വ്യാജ പ്രവർത്തനവും ചെയ്യുമെന്നതിന്റെ തെളിവായത് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് 10 രൂപ ചുരുട്ടി കൊടുത്താൽ ചോദിക്കുന്ന ജോലി, നിനക്കെത്ര ശമ്പളം? സംശുദ്ധമാണെങ്കിൽ മാത്രം വാങ്ങും. സമത്തയുടെ സമ്മേളനത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ട് കണ്ണിയത്ത് ദുആ ചെയ്യുന്ന ഫോട്ടോ ഇപ്പുറത്ത് കൊടുത്തിട്ട് ഇതിന്റെ മുകളിൽ, കടലിന്റെ മുകളിൽ മർക്കസിൽ പ്രാർത്ഥിക്കുന്നു എന്ന് എഴുതാൻ മാത്രം വമ്പൻ വിഡ്ഢിത്തം അല്ലെങ്കിൽ കള്ളത്തരം നിങ്ങളല്ലാതെ ചെയ്യോ? ഇവിടെയാണ് അത് എഴുതിയിരുന്നെങ്കിൽ രക്ഷപ്പെടാം. കടലിന്റെ മുകളിൽ എഴുതിയിട്ടുള്ളത് കണ്ണിയത്ത് കാരന്തൂര് പ്രാർത്ഥിക്കുന്നു. അള്ളാഹു ചെയ്യിച്ച പണിയാ. നോണ നല്ലവണ്ണം പറയും പൈസ കിട്ടാൻ. മറ്റൊന്ന് നോക്ക് നിങ്ങൾ. ഇയാൾ അബുദാബിയിൽ ഒരു പ്രസംഗം നടത്തി. അബുദാബിയിൽ പ്രസംഗിച്ചിട്ട് അബുദാബിയിലെ ആ പ്രസംഗത്തിന്റെ ഫോട്ടോ ഖലീജ് ടൈംസിൽ വന്നു. ഖലീജ് ടൈംസ്. എന്താ ഖലീജ് ടൈംസിൽ വന്ന ഫോട്ടോ? ഷെയ്ഖ് അബൂബക്കർ ബിൻ അഹമ്മദ്, അമീനുൽ മസാജിദ് ജമിയത്തുൽ ഉലമാ അൽ ഹിന്ദ് കേരള, അഡ്രസ്സിംഗ് ദ ജുമാ അൽ വിദ. അതായത് ഇതിൽ തന്നെ പറയുന്നു റമദാൻസ് ലാസ്റ്റ് ഫ്രൈഡേ അറ്റ് അബുദാബി ഗ്രാൻഡ് മോസ്ക്. അബുദാബി ഗ്രാൻഡ് മോസ്കിൽ മൂപ്പര് പ്രസംഗിക്കുന്ന ഫോട്ടോ ആണ്. മനോഹരമായ ഫോട്ടോ. എന്താ പറഞ്ഞത്? ഷെയ്ഖ് അബൂബക്കർ ബിൻ അഹമ്മദ് അമീനുൽ മസാജിദ്. അമീനുൽ മസാജിദ് എന്ന് പറഞ്ഞ പള്ളികളുടെ ജനറൽ സെക്രട്ടറി, പള്ളികളുടെ സെക്രട്ടറി. എല്ലാ പള്ളിന്റെയും സെക്രട്ടറിയാ മൂപ്പര് കേരളത്തിലെ. അപ്പൊ പൈസ നല്ലോണം വരുമല്ലോ, എല്ലാ പള്ളിക്കും വീതിച്ചു കൊടുത്താൽ മതിയല്ലോ. ഇത് തെറ്റല്ലേ നമ്മൾ ചോദിച്ചു. അപ്പൊ ഇവർ പ്രസംഗിച്ചത് എന്താ? പ്രസംഗിക്കുക മാത്രമല്ല, എഴുതും കൂടി ചെയ്തു. എന്താ എഴുതിയത്? എഴുതിയും കൂടി വായിക്കണം. ഈ പുസ്തകമുണ്ട്. ഇത് സുന്നീവന സംഘത്തിന്റെ ആധികാരിക പുസ്തകം. ഇത് എഴുതിയ ആളെ പേര് ഇബ്നു ഉഹൈമിദ് അൽഫുൽ കുനി എന്നാണ്. ബേജാറാകണ്ട, ഇബ്നു ഉഹൈമിദ് എന്ന് പറഞ്ഞാൽ കുഞ്ഞാമിന്റെ മകൻ എന്നാ അതിന്റെ വായന. അത് അങ്ങനെ പേരെഴുതുമ്പോ ബേജാറാവുന്ന കരുതി അങ്ങനെ ഒരു പേരുണ്ടാക്കിയതാ. ഇതിന്റെ 39-ാം പേജിൽ പറയുന്നു എന്താണ് അമീനുൽ മസാജിദ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ ഇവിടെ പറയുന്നുണ്ട്. ഇതിന്റെ 39-ാം പേജിൽ വിശദമായി ഇവർ പറഞ്ഞ കാര്യം വളരെ ലളിതമായി ഞാൻ വായിക്കാം. അമീനുൽ മസാജിദ് എന്ന് പറഞ്ഞത് ഇതിന്റെ പശ്ചാത്തലം വിശദീകരിക്കുക. അബുദാബിയിലെ വലിയ പള്ളി, റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച അവിടെ പ്രസംഗം ഉണ്ടാവാറുണ്ട്. ഇദ്ദേഹം പ്രസംഗിച്ചു. പത്രപ്രതിനിധികൾ വന്നു. ഒരു പത്രക്കാരൻ ചോദിച്ചു അതാരാണ്? അപ്പോൾ ബാക്കി ഷെയ്ഖ് അബൂബക്കർ അമീനുൽ മുസാഇദ് ലി ജമിയത്തുൽ ഉലമാ ലി ഉമൂമി കേരള, കേരളത്തിലെ സംഘടനയുടെ അമീനുൽ മുസാഇദ് ജോയിന്റ് സെക്രട്ടറി എന്ന് പറഞ്ഞു കൊടുത്തു.
അമീനുൽ മുസായിദ് എന്ന അറബി വാക്യം അമീനുൽ മസാജിദ് ലി ജമിയത്തുൽ ഉലമാ ഹിന്ദ് എന്ന് പത്രക്കാരന് തെറ്റി. അറബി കൂട്ടെഴുത്തിൽ ഐന് എന്ന അക്ഷരം ജീമായി മാറാൻ ഒരു പുള്ളി ചുവട്ടിൽ വീണാ മതിയല്ലോ. അപ്പൊ അമീനുൽ മുസായിദ് ജോയിന്റ് സെക്രട്ടറി അത് അമീനുൽ മസാജിദ് എന്നായത് കൂട്ടി എഴുതിയപ്പോ ഐനിന്റെ താഴത്തിൽ പുള്ളി വീണ് മസാജിദ് ആയതാണ്. അപ്പൊ നമ്മൾ ചോദിച്ചു, കൂട്ടരെ ഖലീജ് ടൈംസ് ഇംഗ്ലീഷ് ആണ്, ഇതിൽ ഐനും ജീമും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ മിണ്ടിയിട്ടില്ല. പിന്നെ പൂരത്തെറിയ, ഇതിൽ ഐനുമില്ല ജീമുമില്ല. അപ്പൊ പിരിവ് കിട്ടാൻ ലോക പള്ളിയുടെ സെക്രട്ടറി ആവും, കടല് കാരന്തൂരിലേക്ക് കൊണ്ടുപോകും. ഇതൊക്കെ സ്വാഭാവികം മാത്രമാണ്. അതിന്റെ മറ്റൊരു തെളിവാണ് അവരുടെ ഈ പത്രം. നോക്കൂ, ഇത് സിറാജന്യൻ. സിറാജ് ആണെന്ന് തെളിയിക്കാൻ എന്റെ പേരൊന്ന് കാണുക, സിറാജ്. ഇതിൽ അവർ പറഞ്ഞൊരു വാചകം പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതാ നോക്കൂ, സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിനും കോംപ്ലക്സുകൾ ഉണ്ടാക്കുന്നതിനും വ്യവസ്ഥാപിതമായ ആസൂത്രിത പദ്ധതി ആവശ്യമാണ്. അതില്ലാത്തത് കൊണ്ടാണ് സാമ്പത്തികമായി നാം പരാധീനതയിലാണ്. മദ്രസകളിൽ പഠന സമയത്തിന് ശേഷം ഒരു വിദ്യാഭ്യാസ പരിപാടികളും അഗതി മന്ദിരവും ഒക്കെ തുടങ്ങാവുന്നതാണ്. ഒപ്പം ഇതിന്റെ പേര് പറഞ്ഞ് പിരിവ് നടത്താം. പക്ഷേ ഇതിന് പിരിവാനന്തര കോഴ്സ് പൂർത്തിയാക്കണം. പിരിവാനന്തര കോഴ്സ് എന്താ? PG, പിരിവിൽ PG ഡിഗ്രി എടുത്താൽ പോരാ, നമ്മളൊക്കെ പിരിക്കും. പക്ഷെ പിരിവാനന്തര കോഴ്സ് എന്താ? നുണ പറഞ്ഞും കൂടി പിരിക്കാൻ പഠിക്കണം എന്നർത്ഥം. കണ്ടോ? അതുകൊണ്ടാണ് നിങ്ങൾ കയ്യിൽ ഒരു മുടി ഉണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ സംശയം ജനിക്കുന്നത്. നിങ്ങൾ പിരിവിന് വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിനെ ഉപയോഗപ്പെടുത്തുന്നത്. ഈ രീതിയിൽ നിങ്ങൾ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരവകാശപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ വൃത്തികെട്ട പ്രവർത്തനം നടത്തുന്നു എന്നതുപോലെ മുജാഹിദിനോട് അടുക്കാൻ പാടില്ല, തൊടാൻ പാടില്ല എന്ന് പറഞ്ഞ് പ്രചരണം നടത്തി. തിരൂരങ്ങാടി യത്തീംഖാനയിൽ പോയ ഫോട്ടോ പ്രസിദ്ധീകരിച്ചത്, ആ ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോ. തിരൂരങ്ങാടി യത്തീംഖാനയിൽ പോയി മുജാഹിദായ ആ സ്ഥാപനത്തിന്റെ ഭാരവാഹികളുടെ കൂടെ ഇരുന്നു. ഇതിന് മറുപടി ഈ പുസ്തകത്തിൽ എന്താ പറഞ്ഞത്? അറബികൾ വന്നു, അറബികൾ തിരുരങ്ങാടിയിലേക്ക് പോകും, കാരണം ഗവൺമെന്റ് ഗസ്റ്റാണ്. അവിടെ ചെന്നാൽ അറബികളെ മുജാഹിദാക്കും, അതുകൊണ്ട് അവരെ ഈമാൻ കാക്കാൻ വേണ്ടിയാണ് ഷെയ്ഖുന പോയത്. അല്ലാഹു അക്ബർ. ഇത് വേണോ? ചുരുക്കത്തിൽ ഇദ്ദേഹത്തെ നിങ്ങളെ പ്രസംഗിച്ചു, തിരുവമ്പാടിയിൽ പ്രസംഗിച്ചു. ആളെ പേര് പറഞ്ഞത് ശരിയല്ലല്ലോ. സദസ്സിനെ ഇരുത്തിയിട്ട് പറഞ്ഞു, സൈദിക്കൊക്കെ അറിയാം, മുസ്ലിം സമുദായത്തിൽ ഇനി ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ അത് അബൂബക്കർ മുസ്ലിയാരായിരിക്കും എന്നാണ്. അല്ലാഹു അക്ബർ എന്നാണ് കോമ്. തക്ബീർ ചെല്ലിയ ശേഷം അവരാലോചിച്ച ലേശം കടുത്തുപോയി, പിന്നെ പിൻവലിക്കാൻ വയ്യല്ലോ. ആലോചിച്ച് നോക്കൂ, അന്വേഷിച്ച് നോക്കൂ. ആ ആളെ പേര് വേണമെങ്കിൽ പറയാം. ചുരുക്കത്തിൽ ഈ രീതിയിൽ ഒരു ബിംബത്തെ ഉയർത്തിക്കൊണ്ട് വന്നുകൊണ്ട് സമൂഹത്തിൽ ഇത്തരം വിക്രികൾ നടത്തുമ്പോ ഈ സമുദായത്തെ ചൂഷണം ചെയ്യുകയാണെന്ന് തുറന്നു പറയാൻ നമുക്ക് അവകാശമില്ലേ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ പേര് നടത്തുന്ന തട്ടിപ്പാണത്. എന്നിട്ട് പറയാം നമുക്ക് ആ ഗുരുത്തക്കേട് മുഴുവൻ അവർക്കാ. എന്തൊക്കെ ഗുരുത്തക്കേട്! ഓരോ വിഷയത്തിലും അവർ, സത്യം പറഞ്ഞ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ ഒരല്പം മുടി തലയിൽ വെച്ച് യുദ്ധം ചെയ്തപ്പോ എല്ലാ യുദ്ധത്തിലും ജയിച്ചു. ഇയാളെ കയ്യിൽ ഒരു കെട്ടുമുടി ഉണ്ടായിട്ട് ഇയാൾ തോൽക്കുകയാണല്ലോ. അതെന്താ? ഒരു കെട്ടുമുടി ഇയാളെ കയ്യിലുണ്ട്, എന്നിട്ടോ ഇയാൾ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു? ഇയാൾ ഇങ്ങനെ കിടന്ന് ചുറ്റാണല്ലോ. വിശദീകരണം, പിന്നെ വിശദീകരണം, പത്ര സമ്മേളനത്തിൽ വിളറൽ. അവസാനം പറഞ്ഞെന്താ? അടിയാധാരത്തിന് വേണ്ടി അബൂദാബിയിൽ പോകണം എന്നാ പറഞ്ഞത്. എന്താണ് അവസ്ഥ? ഈ അവസ്ഥ എന്തുകൊണ്ട് സംജാതമായി പഠിക്കും നിങ്ങൾ? കള്ള പ്രചരണങ്ങളാണ് സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ പ്രചരിപ്പിക്കുന്ന എന്താ? കണ്ണിയത്ത് ഉസ്താദ് ഞങ്ങളാണ്, ശംസുലമ ഞങ്ങളുടെ ആളാണ്, ശിഹാബ് തങ്ങൾ ഞങ്ങളുടെ ആളാണ്. ഇവരുടെ ആളാണ് കണ്ണിയത്തെന്ന് പരസ്യമായി ഇവർ അവകാശവാദം ഉന്നയിക്കുന്നത്. നോക്കൂ നിങ്ങൾ. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ബഹുമാനപ്പെട്ട മർഹൂം കണ്ണിയത്ത് ഉസ്താദ് വരെ സമസ്തയുടെ പണ്ഡിതന്മാർ, പ്രഗത്ഭരായ പണ്ഡിതന്മാർ നീങ്ങി വന്നതാണ്. കണ്ണിയത്ത് ഉസ്താദ് അവറുകളാണെങ്കിലോ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നത സ്ഥാനമുണ്ടെന്ന് നാം വിശ്വസിക്കുന്ന ഒരു മഹാപണ്ഡിതനാണ്. അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ആ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവറുകൾ, മറ്റൊന്ന് ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ, ഒരു പ്രഗത്ഭനായ പണ്ഡിതനാണ്. ഞങ്ങളുടെ ഈ സ്റ്റേജിൽ പങ്കെടുക്കുന്ന പല പണ്ഡിതന്മാരും നേരിട്ടും അല്ലാതെയും മഹാനവറുകളുടെ ശിഷ്യഗണത്തിൽപ്പെടുന്നവർ. ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിനെയും ശംസുലമയും ഒക്കെ അംഗീകരിക്കുന്ന ഒരു കൂട്ടർ. മാന്യമായി നമുക്ക് ചോദിച്ചൂടെ? 1993 ബഹുമാനപ്പെട്ട ശൈഖുന കണ്ണിയത്ത് വിടവാങ്ങുന്നത്. 96 ശംസുലമ ലോകത്തോട് വിടവാങ്ങുന്നത്. ഈ മഹാന്മാർ ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരെ ഇപ്പൊ അംഗീകരിക്കുന്ന ആളുകൾക്ക് 89 മുതൽ 93 വരെയും 89 മുതൽ 96 വരെയും എന്തേ ആ രണ്ട് മഹത്തുക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അംഗീകാരം കൊടുത്തില്ല? 93 ബഹുമാനപ്പെട്ട കണ്ണിയത്ത് മരിച്ചു പോകുന്നത്. 93 വരെ നിങ്ങൾ സംഘടന ഉണ്ടാക്കിയ പ്രസിഡന്റ് സെക്രട്ടറിയും കൊണ്ട് നടന്നില്ലേ? ശംസുലമ മരണപ്പെട്ടു പോകുന്ന 996 എന്റെ 96 കൂടെ വെച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ ജനങ്ങളെ കബളിപ്പിക്കാനല്ലേ ഇത് പറയുന്നത്? അവര് മരണപ്പെട്ടതിന്റെ ശേഷമല്ലല്ലോ നിങ്ങൾ സംഘടന ഉണ്ടാക്കിയത്. ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് കൂടെ നിർത്താനുള്ള വൃത്തികെട്ട ഏർപ്പാടല്ലേ അത്? മാത്രമല്ല
ശിഹാബ് തങ്ങളെ കുറിച്ചും ഇത് തന്നെ പറയുന്നു. ശിഹാബ് തങ്ങളെ കുറിച്ച് പറയുന്ന പണി നിങ്ങൾക്ക് ലഭിക്കാൻ പറ്റും. ശിഹാബ് തങ്ങളെ കുറിച്ച് എന്താ ഇപ്പൊ പറയുന്നത്? തങ്ങന്മാരെ ബഹുമാനിക്കാത്തവർ സുന്നികളല്ല എന്ന. നോക്ക് നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിന് വലിയ ബഹുമാനമുണ്ട്. അത് പാണക്കാട് തങ്ങൾക്കുമുണ്ട്, ഉള്ളാൾ തങ്ങൾക്കുമുണ്ട്, ഏത് സയ്യിദന്മാർക്കൊക്കെയും ബഹുമാനമുണ്ട്. അത് അംഗീകരിക്കാതിരിക്കാൻ നിർവാഹമില്ല. അംഗീകരിക്കാത്തവനും സുന്നത്ത് ജമാഅത്തുകാരനും അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം, ആ കുടുംബത്തെ ബഹുമാനിക്കാത്തവൻ സുന്നത്ത് ജമാഅത്തുകാരനല്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ അംഗീകരിക്കാത്തവർ സുന്നത്ത് ജമാഅത്തുകാരല്ല എന്നാണ് അയാൾ തീർത്തു പറഞ്ഞത്. സിറാജ് ഡെയിലി ശിഹാബ് തങ്ങളോട് എന്ന് പറഞ്ഞുകൊണ്ട് നീണ്ടൊരു ലേഖനം എഴുതി. ആ ലേഖനത്തിലെ വരികൾ നോക്കൂ നിങ്ങൾ. സൽക്കർമ്മങ്ങൾക്ക് മാതൃകയാകേണ്ട തങ്ങൾ ശിഹാബ് തങ്ങളോട് പറഞ്ഞു. ഹെഡിങ് തന്നെ ശിഹാബ് തങ്ങളോട് എന്നാണ്. സൽക്കർമ്മങ്ങൾക്ക് മാതൃകയാകേണ്ട തങ്ങൾ ദുഷ്കർമ്മത്തിന് അനുയായികളെക്കാൾ വ്യഗ്രത കാണിക്കുന്നതിലാണ് ഞങ്ങൾക്ക് വിഷമം. തങ്ങന്മാരെ ബഹുമാനിക്കലാണോ? ആലോചിച്ച് നോക്കൂ. വാഗ്ദത്ത ലംഘനം താങ്കൾക്കൊരു പ്രശ്നമേ അല്ല. വാഗ്ദത്ത ലംഘനം താങ്കൾക്ക് പ്രശ്നമല്ല. വാഗ്ദത്ത ലംഘനം മുനാഫിക്കിന്റെ ലക്ഷണമാണ്. അത് നിങ്ങൾക്കൊരു പ്രശ്നമല്ല. തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു. മാത്രമല്ല, 25 പൈസ മെമ്പർഷിപ്പ് പോലും എടുക്കാത്ത കാലത്ത് വന്യപിതാവ് മരണപ്പെട്ടു പോയതിനാൽ താങ്കൾക്ക് ലഭിച്ച പദവിയാണ് ലീഗിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് സ്ഥാനം. കേരളക്കരയിലെ ദീനിന്റെ അധപ്പതനത്തിന്റെ തുടക്കമാണ് അത് എന്ന് ഞങ്ങൾ ആരും കരുതിയില്ല. ഇത് തങ്ങളെ കുറിച്ച് പറയാൻ പാടുണ്ടോ? അഹ്ലുൽ ബൈത്തിനെ ബഹുമാനിക്കുന്നവരാണെങ്കിൽ ഇത് പറയാൻ പാടുണ്ടോ? ആ പറഞ്ഞ വാക്കനുസരിച്ച് ഇയാൾ സുന്നത്ത് ജമാഅത്തിൽ നിന്നും തെറിച്ചു പോയിരിക്കുന്നു ഞങ്ങൾ പറയുന്നു. മാത്രമല്ല പിന്നെ പറയുന്നത് എന്താ? വളരെ വ്യക്തമായി പറയുന്നു. തങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പാപത്തിന് കൂട്ടുനിൽക്കലാണ് തങ്ങളെ ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് താക്കീത് എന്താ? തങ്ങളെ കുറിച്ച് പറയാ, കാറൂനെയും ഫിറഔനെയും പാഠം പഠിപ്പിച്ച അള്ളാഹുവിന് ഭൂമിയിൽ ആരും വലുപ്പമേറുകയില്ല. ഇതാ സുന്നത്ത് ജമാഅത്ത്? ഇതാണോ സുന്നത്ത് ജമാഅത്ത്? ഈ ബഹുമാനപ്പെട്ട തങ്ങളുടെ ഫോട്ടോയാണ് നിങ്ങളെ പത്രം തല കുത്തനെ പ്രസിദ്ധീകരിച്ചത്. കണ്ടോ? കേരളത്തിലെ BJP-കാർ ചെയ്യില്ല, RSS-കാർ ചെയ്യില്ല. അദ്ദേഹത്തിന്റെ സഹോദരന്റെ തലയാണ് ഇങ്ങനെ പിളർത്തി പ്രസിദ്ധീകരിച്ചത് നിങ്ങളെ പത്രം. ഇത് പറഞ്ഞാൽ പറയും ആ പത്രത്തെ ഞങ്ങൾക്ക് അറിയില്ല, ആ പത്രത്തെ അറിയുക പോലും ഇല്ല എന്ന് അയാൾ പറഞ്ഞത്. ഒരിക്കൽ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പത്രം ഞങ്ങൾ അറിയില്ല. നമ്മുടെ സംഘടനക്ക് ഒരു ബന്ധവുമില്ലാത്ത ചില കച്ചവടക്കാർ നടത്തുന്ന പത്രങ്ങൾ ഉണ്ടാകാം. അത്തരം കച്ചവടക്കാർ നടത്തുന്നതിൽ തന്നെ ഒരിക്കൽ, അതായത് നമ്മളുടെ സംഘടനയായി ഒരു ബന്ധവുമില്ലാത്ത ഒരു മാസികയോ എന്താണ് സാധനം തന്നെ എനിക്കറിയില്ല, എന്തോ ഒരു സാധനം ഉണ്ട്, മാസികയോ വാരികയോ എന്തോ ആണ്. ആ സാധനത്തിൽ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ തല കീഴാക്കിയിട്ട് ഒരു ഫോട്ടോ കൊടുത്തു. വേറൊരു സമയത്ത് ഒരു മുഖം 2 കഷ്ണാക്കിയിട്ട് വേറൊരു തങ്ങളുടെ ഫോട്ടോ കൊടുത്തു. ശക്തിയായി അതിനെതിരാന്ന് ഞാൻ സംസാരിച്ച് എനിക്ക് ഓർമ്മ. അയാൾ പറഞ്ഞത് അങ്ങനെ ആ സെൻസിംഗ് നിർമ്മാതാക്കൾ അറിയുക പോലുമില്ല. ഇയാൾ പറയുന്നത് അറിയോ? നോക്കൂ, അവരുടെ തന്നെ പ്രസിദ്ധീകരണം സുന്നത്ത് മാസിക പറയുന്നത് അറിയോ? കുടുംബിനികളുടെ പൂങ്കാവനം, അല്ലിർഫാദ് പബ്ലിക്കേഷന്റെ അല്ലിർഫാദ്, ജനീവ പബ്ലിക്കേഷന്റെ സെൻസിംഗ് എന്നിവ സുന്നി പ്രചരണ പാതയിലെ സഹകാരികളാണ്. ഒരു ബന്ധുല്ലാത്തതിന് സഹകാരി എന്നാ മുസ്ലിയാരെ പറയാ? ഞാൻ കൊച്ചാക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നില്ല, അതിന്റെ രീതിയല്ലാത്ത കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. പക്ഷേ അയാൾ പറഞ്ഞതനുസരിച്ച് അവരെ പത്രം പറയുന്നു അത് നമ്മുടെ പത്രമാണ്. അവരെ പത്രത്തിൽ തലകുത്തനെ പ്രസിദ്ധീകരിക്കുന്നു. ശരിയോ തെറ്റോ? നിങ്ങൾക്ക് അബദ്ധമേ പറ്റിയിട്ടുള്ളല്ലോ, അബദ്ധമേ പറ്റാറുള്ളല്ലോ. നിങ്ങൾ വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകം ശരിയില്ല എന്ന് പറഞ്ഞ പാഠപുസ്തകം ഇറക്കിയല്ലോ. നിങ്ങൾ ഇറക്കിയ ഒരു പാഠപുസ്തകം അത് പിൻവലിക്കേണ്ടി വന്നു. നിമിഷങ്ങൾക്കകം പിൻവലിച്ചു. കിതാബുൽ ഫിഖ്, ഇതിൽ പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? കിതാബുൽ ഫിഖിൽ ഇവർ കുട്ടികളെ മസല പഠിപ്പിക്കുക. അഹ്കാമുൽ ഹൈദി വൻ നിഫാസി പാഠം വന്നു നോക്ക്. അഹ്കാമുൽ ഹൈദി വൻ നിഫാസി യഹ്റുമു ബിൽ ഹൈദി വൻ നിഫാസി, ഹൈദ് കൊണ്ടും നിഫാസ് കൊണ്ടും ഹറാമാകും. അഹദ അശറ അംറൻ, 11 കാര്യങ്ങൾ. എന്തൊക്കെയാ? അസ്സലാത്തു അസ്സുജൂദു, 3 അൽ ഖുത്ബത്തു, ഖുത്ബ ഓതൽ. ഹൈദും നിഫാസ് ഉണ്ടായാലും ഖുത്ബ ഓതൽ ഹറാമാണ്. ഒന്നുകിൽ പെണ്ണ് ഖുത്ബ ഓതണം, അല്ലെങ്കിൽ ആണിന് ഹൈദ് ഉണ്ടാകണം. ഏതാ ശരി? പറഞ്ഞപ്പോ പറഞ്ഞു ഞങ്ങൾ അവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. എവിടെ?